നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഡോക്ടർ MK റാം, സംഗീത എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന വകുപ്പും ചുമത്തിയിട്ടുണ്ടെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. റാഗിംഗ് പരാതിയും അന്വേഷിക്കും. നിതിൻ ലോൺ ആപ്പിൽ വായ്പ എടുത്തിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. കോളേജിലെ ടീച്ചറുടെ നമ്പറാണ് ഇതിനായി കൊടുത്തത്. ടീച്ചർക്ക് നിരന്തരം കോൾ വന്നതിനെ തുടർന്ന് അധ്യാപിക പോലീസിൽ പരാതി നൽകി. നിതിൻ അധ്യാപികയുടെ നമ്പർ ബോധപൂർവ്വം നൽകിയതാണോ, ലോൺ ആപ്പ് ചോർത്തിയെടുത്തതാണോ എന്ന് അന്വേഷിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. നിതിൻ രാജിൻ്റെത് ആത്മഹത്യയാണ് എന്നതിൽ സംശയമില്ല. ആത്മഹത്യാ പ്രേരണയാണ് അന്വേഷിക്കുന്നതെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുകയുണ്ടായി. അന്വേഷണത്തിന് 7 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിയെ തള്ളിയിട്ട് കൊന്നതാണ് എന്ന സംശയമാണ് നിതിൻ രാജിന്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സംഭാഷണത്തിലും അധ്യാപകരിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ നിതിൻ രാജ് എണ്ണി പറയുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം നിതിൻ രാജിന്റെ വീട്ടിലേക്ക്, തിരുവനന്തപുരത്താണ് വീട്, അവിടേക്ക് നേതാക്കളുടെ ഒഴുക്കായിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ളവർ എത്തുകയുണ്ടായി. സുരേഷ് ഗോപി എത്തുകയും ഈ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചുവെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കേസ് അന്വേഷിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, കുടുംബത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു, എന്നാൽ കാര്യങ്ങളിൽ ചില പൊരുത്തക്കേടുകളുണ്ട്, അതും അന്വേഷിക്കും. ഗവർണറെ കാണാൻ ഒരുങ്ങുകയാണ്, അത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാനുള്ളതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. മറ്റു കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷനുമായി കൂടി ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിതിൻ രാജിന്റെ വീട്ടിലെത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് സുരേഷ് ഗോപി. അതേസമയം നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതികരണവുമായി വേടൻ. കേരളത്തിലെ ജാതി സമൂഹത്തിന്റെ അവസാനത്തെ ഇരയാണ് നിതിനെന്ന് വേടൻ പറഞ്ഞു. കേരളത്തിലെ പൊതുവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതിയാണ് പഠിക്കണമെന്ന ആഗ്രഹത്തോടെ വന്ന പയ്യനെ കൊന്നുകളഞ്ഞത്. നിതിനും നിതിന്റെ അപ്പനും അമ്മയ്ക്ക് നീതി കിട്ടിയില്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് നീതി കിട്ടിയില്ല എന്നാണ് അതിനർത്ഥമെന്നും വേടൻ പറഞ്ഞു. തന്റെ സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു വേടന്റെ പ്രതികരണം. മന്ത്രി V ശിവൻകുട്ടി ഭവനം സന്ദർശിച്ചിരുന്നു. നിതിന്റെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ മന്ത്രി അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കോളേജിൽ നിതിൻ രാജ് ജാതി അധിക്ഷേപത്തിന് ഇരയായി എന്ന വാർത്ത അത്യന്തം ഞെട്ടിക്കുന്നതാണെന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. ആധുനിക കേരളത്തിൽ ജാതിയുടെ പേരിൽ യാതൊരു വിധത്തിലുള്ള വേർതിരിവും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി പറഞ്ഞു. ഈ വിഷയത്തിൽ കുറ്റക്കാരായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനായി ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും. ആരുടെയും മുഖം നോക്കാതെ തന്നെ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രിയുടെ ഉറപ്പ്. മകനെ നഷ്ടപ്പെട്ട നിതിന്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ ചെയ്യുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അനന്തര നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. കോളേജ് അധ്യാപകരിൽ നിന്നും ജാതി അധിക്ഷേപത്തിനും കടുത്ത മാനസിക സമ്മർദ്ദത്തിനും നിതിൻ വിധേയനായെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഇത് അന്വേഷിക്കേണ്ടതും കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കേണ്ടതുമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് നടപടികൾ പൂർത്തിയാകില്ല. ഇത്തരം സംഭവങ്ങൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് പോലീസ് സ്വീകരിക്കേണ്ടത്. നിതിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ കോൺഗ്രസ് ഒപ്പമുണ്ടാകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സർക്കാർ സ്ഥാപനങ്ങളിലെ അധ്യാപകർ ജാതിയുടെ നിറത്തിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ മാറ്റി നിർത്തുന്ന സംഭവം കേരളത്തിനാകെ അപമാനകരമാണെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. കണ്ണൂർ ദന്തൽ കോളേജിലെ നിതിന്റെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണം. വിദ്യാർത്ഥികൾ ബലിയാടാകുന്ന സാഹചര്യം കേരളത്തിലെ കോളേജുകളിൽ ഇനി ഉണ്ടാകാൻ പാടില്ലെന്നും ജിഷ്ണു പ്രണോയ്ക്കും സിദ്ധാർത്ഥനും ഇപ്പോൾ നിതിനും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും V മുരളീധരൻ ചൂണ്ടിക്കാണിച്ചു. കുറ്റാരോപിതരെ സംരക്ഷിക്കുന്ന സമീപനം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. കുട്ടികൾക്ക് അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും പഠനം പൂർത്തിയാക്കാനുള്ള സാഹചര്യം ക്യാമ്പസുകളിൽ ഉണ്ടാവണമെന്നും V മുരളീധരൻ പറഞ്ഞു. നിതിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. കടുത്ത ജാതി അധിക്ഷേപത്തെ തുടർന്ന് വിദ്യാർത്ഥിക്ക് ജീവൻ ഒടുക്കേണ്ടി വന്നത് കേരളത്തിലാണെന്നത് വിശ്വസിക്കാനാകുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. നിതിനെ അധ്യാപകർ ജാതീയമായി അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു. അപമാന ഭാരത്തിലാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. ഒരു കുടുംബത്തിന്റെ സ്വപ്നവും പ്രതീക്ഷയുമാണ് ഇതിലൂടെ നഷ്ടമായതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വീട് പോലും സ്വന്തമായി ഇല്ലാതെ കുടുംബത്തിലുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി പഠിപ്പിച്ച ഒരു മകന്റെ മൃതദേഹം ഏറ്റുവാങ്ങി വന്ന കുടുംബത്തിന്റെ ഗതികേട് ആലോചിച്ചു നോക്കൂ. കേരളം അപമാന ഭാരത്താൽ തലകുനിച്ചു നിൽക്കണം. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ജാതീയമായ അധിക്ഷേപങ്ങൾ തടയാൻ രോഹിത് വേമുലയുടെ പേരിൽ ഒരു നിയമം കൊണ്ടുവരുമെന്ന് UDF പ്രകടന പത്രികയിൽ പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് വിപുലമായ ചർച്ച നടത്തിയപ്പോൾ നിരവധി കുട്ടികൾക്ക് ജാതി അധിക്ഷേപം നേരിടേണ്ടി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിയമത്തിന്റെ പ്രസക്തിയെക്കുറിച്ച്
UDF ആലോചിച്ചത്. ഈ ഗ്രാന്റ് കിട്ടാതെ വരുമ്പോൾ പോലും മറ്റുള്ളവർ കളിയാക്കുകയാണ്. ഈ ഗ്രാന്റ് ഔദാര്യമല്ല, അവകാശമാണ്. നൂറ്റാണ്ടുകളോളം ജീവിതത്തിന്റെ പിന്നാമ്പുറത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനസമൂഹത്തിന് ഭരണഘടന നൽകുന്ന അവകാശമാണത്. ജാതീയമായി കുട്ടികളെ അധിക്ഷേപിക്കുന്നത് തടയാൻ കേരളത്തിന്റെ നിയമം അനിവാര്യമാണ്. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ കേസിലെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. മുഖം നോക്കാതെ നടപടിയെടുക്കാൻ സാധിക്കണം. ഇത്തരം ആളുകൾക്ക് അധ്യാപകരായി തുടരാൻ എന്ത് അവകാശമാണുള്ളത്? അവരെയാണോ അധ്യാപകർ എന്ന് വിളിക്കുന്നത്? കുട്ടികൾക്ക് ജീവിതത്തിൽ വഴികാട്ടിയാകേണ്ട അധ്യാപകരാണ് മോശം പരാമർശം നടത്തിയത്. ആ കുട്ടിയുടെ മനസ്സ് എന്തുമാത്രം വിഷമിച്ചു കാണും. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. എന്നാൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ അതുണ്ടായില്ല. 150 പേരുടെ മുന്നിൽ വെച്ചാണ് സിദ്ധാർത്ഥനെ അപമാനിച്ചത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവരുത്തണം. ഇക്കാര്യത്തിൽ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തിരുവനന്തപുരം ഉഴമലയ്ക്കൽ കൊറ്റാമല സ്വദേശിയായ നിതിൻ രാജിനെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെയിന്റിംഗ് തൊഴിലാളിയായ രാജന്റെ തൊഴിലുറപ്പ് തൊഴിലാളി ലതയുടെ മകനാണ് നിതിൻ. നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ അധ്യാപകർ നിതിനെ നിരന്തരം അധിക്ഷേപിച്ചിരുന്നതായും തെരുവ് പട്ടി എന്ന് വിളിച്ച് അപമാനിച്ചിരുന്നതായും സഹോദരി വെളിപ്പെടുത്തുകയുണ്ടായി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉഴമലയ്ക്കിലെ വീട്ടിൽ ലഭിച്ച നിതിന്റെ മൃതദേഹത്തിൽ 100 കണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. എന്തായാലും രാഷ്ട്രീയ നേതാക്കൾ ഒന്നടങ്ക വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഈ മരണത്തിന് പിന്നിൽ ആത്മഹത്യ എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ നൽകിയത് ആരാണ്? അത്തരത്തിലുള്ള പിന്നിൽ വ്യക്തികളുണ്ടെങ്കിൽ അത്തരത്തിൽ അന്വേഷണം ഉണ്ടാകും, നടപടിയെടുക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ചക്കരയ്ക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ BNS വകുപ്പ് 108, SC/ST പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ കൂടി ചേർത്തു. മരിച്ച നിതിൻ രാജിന്റെ പിതാവ് രാജൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അധ്യാപകന് കിട്ടിയ ഭീഷണി സന്ദേശങ്ങളും കോളുകളും പ്രത്യേകമായി സൈബർ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് വിശദാന്വേഷണം നടത്താൻ പ്രത്യേക സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.